കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണെന്ന് മാതാവിൻ്റെ മൊഴി. മറ്റാർക്കും ഇതിൽ പങ്കില്ല. മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ മുറിയുടെ വാതിൽ അപ്രതീക്ഷിതമായി അമ്മ മുട്ടിയപ്പോൾ പേടിച്ചു വിറച്ച് മൃതദേഹം പുറത്തേക്ക് എറിയുകയായിരുന്നു. യുവതി അങ്ങനെയാണ് പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത്. വിനീത വിജയ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രഭാതം അത് അത്ര സുഖകരമായിരുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തോടു കൂടിയാണ് നമുക്ക് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞ അത്രയും ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇന്ന് നമുക്കിപ്പോൾ അതിൻ്റെ ചില തുടർ വാർത്തകളൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ, ആ യുവതിയുടെ ചില മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഷോൾ കൊണ്ട് കെട്ടി മുറുക്കി, വായിൽ തുണി തിരുകി, ഇത് ശബ്ദം മറ്റും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണിതെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ തന്നെയായിരുന്നു തൻ്റെ ശ്രമമെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ യുവതിയുടെ മാതാപിതാക്കൾക്കൊന്നും ഈ കാര്യത്തെപ്പറ്റി അറിവില്ല എന്ന് ഇന്നലെയും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യുവതിയുടെ മൊഴിയും അതുതന്നെയാണ് സാധൂകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ രാവിലെയോടുകൂടി കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള ശ്രമം താൻ നടത്തിയിരുന്നു. ഇതിനിടയിൽ ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് അമ്മ വന്ന് ഈ മുറിയുടെ വാതിൽ മുട്ടുന്നത്. ഇതോടെ താൻ പരിഭ്രാന്തിയായെന്നും യുവതി പറയുന്നുണ്ട്. പേടിച്ചു വിറച്ച് പിന്നീട് എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ആമസോണിൻ്റെ ഒരു പാഴ്സൽ കവറായിരുന്നു. ഈ കവറിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ഇടുകയും തുടർന്ന് പിന്നീട് ഫ്ളാറ്റിൽ നിന്നിത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ യുവതി കഴിഞ്ഞ ദിവസം താൻ പീഡനത്തിനിരയായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ യുവാവിനെ പറ്റിയും പോലീസിന് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. യുവാവിനെ പോലീസ് ആദ്യഘട്ടത്തിൽ യുവാവിൽ നിന്ന് ചില വിവരങ്ങളും പോലീസ് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിൽ ഈ യുവാവിനോ അല്ലെങ്കിൽ യുവതിയുടെ മാതാപിതാക്കൾക്കോ മറ്റാർക്കും പങ്കില്ല എന്ന് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. യുവതിക്ക് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതെന്നും പറയുന്നു. ഈ യുവതി ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്ക് ചില വൈദ്യസഹായം മറ്റും നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില കൂടി പരിഗണിച്ചതിന് ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.